ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളാണ്, വളരെ പവർഫുൾ ആണ്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് പഠിക്കാം, എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ പഠിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡ് ആണ് ഞാൻ തരാൻ പോകുന്നത്. ഞാനൊരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല. കുട്ടി ആയിട്ടാണ്, ഞാനൊരു ബിഗിനറാണ്. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ചിട്ട് ആസ് എ ബിഗിനർ ഞാൻ എങ്ങനെ അറിഞ്ഞു, എങ്ങനെയാണ് എന്തൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, ആരെയൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി, അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് വളരെ ഉപകാരപ്രദമാവും. ഏറ്റവും ആദ്യത്തെ കാര്യം, അതായത് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഓരോ കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങിച്ച് നമുക്ക് ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻസും എല്ലാം ട്രാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ പാൻ കാർഡും ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനൊരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പല പ്ലാറ്റ്ഫോമുകളും 5 മിനിറ്റിനകത്തൊക്കെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. സോ ഇപ്പോഴും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണും, എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്? ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നത്, സെല് ചെയ്യുന്നതൊക്കെ, അതായത് വിൽക്കുന്നതും വാങ്ങുന്നതും. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കമ്പനിയുടെ ഷെയർ വാങ്ങുക, അതുപോലെ തന്നെ വിൽക്കുക എന്നുള്ളതാണ്. അടുത്ത് നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി, ഞാൻ എൻ്റെ പ്രോസസ്സാണ് പറഞ്ഞത്. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആയിരുന്നു. എന്നിട്ടാണ് ഈ സ്റ്റോക്കിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കണേ. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് എൻ്റെ ഒരു ഡൗട്ടായിരുന്നു, ഞാൻ പല പ്ലാറ്റ്ഫോമും കയറി നോക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് ഇന്ത്യൻ കമ്പനികൾ മാത്രമാണുള്ളത്. നമ്മുടെ ഫേമസ് കമ്പനികൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ തന്നെ ആപ്പിള്, ഗൂഗിള്, ഇതേപോലുള്ള കമ്പനികളുടെ സ്റ്റോക്ക് അവിടെ നിന്ന് വാങ്ങും. ആക്ച്വലി നമുക്കിവിടെ ഇരുന്നു കൊണ്ട് US, അതായത് അമേരിക്കൻ കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് പറ്റില്ല എന്നല്ല, പക്ഷേ ഒരു വലിയൊരു പ്രോസസ്സുണ്ട്. നമുക്ക് US ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. ആ ബാങ്ക് അക്കൗണ്ടിൽ ഇന്ന് ട്രാൻസാക്ഷൻ ഇവിടെ വന്ന് അങ്ങനെ ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടി. അത് ആക്ച്വലി അത്രയും പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട്, അതായത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ആ സ്റ്റോക്കുകൾ വാങ്ങാനായിട്ടും അത് സെല് ചെയ്യാനായിട്ടും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതായത് ഏറ്റവും ഫേമസ്, ഇന്ത്യയിൽ ഒരു ടോപ്പ് റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, IND മണി. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് IND മണിയാണ്. IND മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ടെസ്ല, ഗൂഗിള്, ആമസോൺ, ഇതേപോലുള്ള കമ്പനികളുടെ എല്ലാം സ്റ്റോക്ക് വാങ്ങാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് ഒന്നും തന്നെ ഇല്ലാണ്ട് ഈസി ആയിട്ട് ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഉള്ളൊരു ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷണൽ ഷെയർസ് നമുക്ക് വാങ്ങാൻ പറ്റും ഈ IND മണിക്കകത്ത്. ഈ ഫ്രാക്ഷൻ ഷെയർസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമേരിക്കയിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ആപ്പിൾ എന്ന കമ്പനി എടുക്കുകയാണ്. ആപ്പിൾ എന്ന കമ്പനിയുടെ ഒരു സ്റ്റോക്കിന് ഏകദേശം ഇവിടുത്തെ ഒരു നല്ല റേറ്റ് ഉണ്ട്, ഒരു 20 above ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് ഒരൊറ്റ ഷെയർ വാങ്ങാനായിട്ട് അതൊന്നും നമുക്ക് താങ്ങൂല. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ഷെയറിനെ ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് വാങ്ങാനായിട്ട് പറ്റും. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് താങ്ങുന്ന രീതിയിൽ, ഫോർ എക്സാമ്പിൾ 500 രൂപയ്ക്കോ 700 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ 1500 രൂപയ്ക്കോ ഒക്കെ ആ ഒരു ഷെയറിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് വാങ്ങാനായിട്ട് പറ്റും. ഇതാണ് ഫ്രാക്ഷണൽ ഷെയർസ്. പിന്നീട് നിങ്ങൾ US സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ റുപ്പി ഡെപ്രിസിയേഷൻ എഗെയിൻസ്റ്റ് നമ്മുടെ ഡോളർ. അതായത് നമ്മുടെ 2011 $1 44 രൂപയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് $1 78 രൂപയായി. അപ്പോൾ ആ ഒരു 2022 78 രൂപയായെന്നുണ്ടെങ്കിൽ 2030 എത്ര രൂപയാകും എന്നുള്ളത് നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ, ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളും കൂടി ഈ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 500 രൂപയ്ക്ക് ഇന്ത്യൻ ഷെയർ വാങ്ങിച്ച്, ഇന്ത്യയിൽ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് 2030 ആവുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു 500, 700, 800 ഒക്കെ ആയേക്കാം. പക്ഷേ US സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമ്പനിയുടെ വളർച്ചയും അതുപോലെ തന്നെ ഈ ഡോളർ കൺവേർഷൻ്റെ ബെനിഫിറ്റും കൂടി കിട്ടും. IND മണിക്കകത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാനായിട്ട് വേറെ പേപ്പർ വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് IND മണിക്കകത്ത് ഒരു സ്റ്റോക്ക് നിങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കമ്മീഷൻസും ഹിഡൻ ഫീസും അങ്ങനെ ഒന്നും ഒരു കാര്യമില്ല. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്ലാറ്റ്ഫോം ഈടാക്കും. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പിന്നെ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IND മണിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ പൈസ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്. അങ്ങനെ പൈസ ആഡ് ചെയ്യുന്ന സമയത്തും ഒരു തരത്തിലുള്ള ഫീസോ ചാർജസോ ഒന്നും IND മണി
എടുക്കുന്നില്ല. നിങ്ങൾക്ക് IND മണി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ സ്റ്റോക്കുകളും കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ സ്റ്റോക്കിൻ്റെ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷനും, ഒരു വർഷത്തെ ഫുൾ പെർഫോമൻസ് ഡീറ്റെയിൽസും, അതുപോലെ തന്നെ എത്ര പേര് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് സെല് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ഇങ്ങനെയുള്ള പല ഡീറ്റെയിൽസും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഡീറ്റെയിൽസൊക്കെ എങ്ങനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഹോൾഡ് ചെയ്യണോ അതോ വാങ്ങിച്ചിട്ട് ഉടനെ തന്നെ സെല് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ തന്നെ എല്ലാ കമ്പനികളുടെയും ഞാനിത് മെൻഷൻ ചെയ്യാത്ത തന്നെ ഒരുപാട് കമ്പനികളുടെ ഡീറ്റെയിൽസും ഇതേപോലത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പെർഫോമൻസ് ചാർട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഫോർ എക്സാമ്പിൾ വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സിഗേറ്റ് എന്ന കമ്പനിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇതിൻ്റെ ഈ പെർഫോമൻസ് ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതുപോലെ സാധിക്കും. അതുപോലെ തന്നെ IND മണിക്കകത്ത് നിങ്ങൾക്ക് 500 രൂപ മുതൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ. അതായത് SIPയിലൂടെ മാസം തോറുമോ അല്ലെങ്കിൽ ആഴ്ച തോറുമോ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് വീതം ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് സമയം ഒരു കമ്പനീനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കമ്പനി ഫിക്സ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ, ഫോർ എക്സാമ്പിൾ ആപ്പിളോ ഗൂഗിളോ ഇതേപോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് അവർ ഓരോ വർഷം കൂടുന്തോറും വളർച്ച കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള കമ്പനീസിൽ നിങ്ങൾക്ക് SIPയിലൂടെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും ചെറിയ 500 രൂപ മുതൽ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് വാങ്ങാനായിട്ടും സാധിക്കും. ഇതിൻ്റെ വേറൊരു ഗുണം നോക്കിക്കഴിഞ്ഞാൽ SIPയിലൂടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്കറ്റിൽ പെട്ടെന്നുള്ളൊരു താഴ്ചയൊന്നും നിങ്ങൾ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് വേറൊരു ഗുണം. പിന്നീട് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ IND മണി ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾക്കൊരു എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു 500 റുപ്പീസ് നിങ്ങൾ IND മണിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 750 രൂപ വർത്തായിട്ടുള്ള ആപ്പിളിൻ്റെ സ്റ്റോക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നിട്ടതും അതുപോലെ തന്നെ 750 രൂപ വർത്തായിട്ടുള്ള ആപ്പിളിൻ്റെ സ്റ്റോക്കും നിങ്ങൾക്ക് കിട്ടും. ഗിവ് അവേ ആണ് കേട്ടോ, ഒരു സ്പെഷ്യൽ ഓഫറാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മേജർ നമ്മുടെ US സ്റ്റോക്കുകളെല്ലാം റേറ്റ് കുറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയമാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഭാവിയിലുണ്ടാവും. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ IND മണി എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങളെ ഫുൾ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ എല്ലാ ബാങ്ക് ട്രാക്കിങ്ങും നിങ്ങൾക്ക് ഒരിടത്ത് കൊണ്ട് തരും. അതായത് നിങ്ങളുടെ എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ EMIs, അല്ലെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ എക്സ്പെൻസും ട്രാക്ക് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നീട് ഇതിനകത്തുള്ള ഒരു സൂത്രപരിപാടിയുണ്ട്, ഒരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ IND മണി യൂസ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നെറ്റ്ഫ്ലിക്സ് റീചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോയി സ്റ്റാർബക്സ് വാങ്ങുന്നു, ആമസോണിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങുന്നു. ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് ഒരു ചെറിയ പെർസെൻറ്റേജ് ഇതിൻ്റെ എല്ലാ സ്റ്റോക്ക് നിങ്ങൾക്ക് കിട്ടും. അതാണ് വേറൊരു പരിപാടി, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നെറ്റ്ഫ്ലിക്സിനൊക്കെ റീചാർജ് ചെയ്യില്ല, അപ്പോൾ കുറച്ച് വന്ന് കിടക്കും. പിന്നെ സ്റ്റാർബക്സിൽ പോയി ഒരു കോഫി കുടിച്ചാൽ അതിൽ നിന്നും കിട്ടും. അങ്ങനെയാണ് പരിപാടി. ഇനി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് പറ്റുന്നത് ആർട്ടിക്കിൾ വായിക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ആർട്ടിക്കിൾ കാണും നമ്മുടെ കറണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് സ്റ്റോക്കിൻ്റെയും എല്ലാത്തിൻ്റെയും പെർഫോമൻസ് കാര്യങ്ങളെല്ലാത്തിനെ കുറിച്ചിട്ടും പലതരത്തിലുള്ള എഡിറ്റോറിയലും കാര്യങ്ങളൊക്കെ കാണും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടും, ഇതെങ്ങനെ വർക്കാവുന്നു, ഇതെങ്ങനെയാണ് ഇതിൽ സംഭവം വരുന്നത്. ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു ടേം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെടുത്തൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആസ് എ മലയാളി നമ്മളെല്ലാവരും, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ മലയാളീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതുമായിട്ടുള്ള ഒരാളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, ഷാരിഖ് ഷംസുദ്ദീൻ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. പുള്ളിക്കാരൻ ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ പഴയ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്, ട്യൂട്ടോറിയൽ സീരീസ്. ബേസിക്സ് മുതൽ ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറയുന്ന വീഡിയോസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. അതൊന്നിരുന്ന് സമയമെടുത്ത് ഒരു
ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എടുക്കുമായിരിക്കും. ഇരുന്നങ്ങ് കാണുക. ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോസാണ്, അതെല്ലാം ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ വീഡിയോസ് കണ്ടു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ബേസ് മൊത്തവും ഇങ്ങനെ അരച്ച് കലക്കി നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും. ആ ഒരു ബേസ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണ്. പിന്നെ 2 തരത്തിൽ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും സ്റ്റോക്ക് മാർക്കറ്റിൽ. ലോങ് ടേമും അതുപോലെ തന്നെ ഷോർട്ട് ടേം അത് ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പറയുന്നില്ല. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ലോങ് ടേമാണ്. എനിക്ക് ഷോർട്ട് ടേമിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ഞാൻ ഉറപ്പായിട്ടും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉറപ്പായിട്ടും ഒരു ലെവലിൽ ഞാൻ ചിലപ്പോൾ ചെയ്തേക്കാം. പിന്നെ ഒരു കാര്യം മെൻഷൻ ചെയ്യാണ്, എന്താണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടായാലും എൻ്റെ വീഡിയോ കണ്ടിട്ടായാലും എല്ലാം നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യുക. ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അകത്ത് ലോസ് ഉണ്ടാവില്ല എന്നുള്ള തരത്തിലൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഉണ്ടാവും. ആദ്യം ചെറിയ എമൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിലൊരു 1 ലക്ഷം രൂപ ഉണ്ടായിരിക്കാം, എന്നാലും ചെറിയ എമൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് വലുതായിട്ട് കയറ്റി നിങ്ങൾ ആ എക്സ്പീരിയൻസ് ആണ് ഗെയിൻ ചെയ്യേണ്ടത്. ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റൂ, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. പിന്നെ ഈ ഒരു നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പരിപാടി നോക്കിക്കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷനാണ്. ഇതെല്ലാം ഒരു മോട്ടിവേഷനാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങൾ ഒരു മെൻറ്ററായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ സ്റ്റോക്കിങ്ങിലൂടെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിലൂടെ കിട്ടി എന്നതൊക്കെ കണ്ട് ഒരു മോട്ടിവേഷനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു നിങ്ങൾക്ക് ഓരോ ദിവസം ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറീസ് കിട്ടും. അതായത് ഓരോ ആൾക്കാർ പല തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരുപാട് ആളുകളുടെ സ്റ്റോറീസ് ഉണ്ടാവും. അതൊക്കെ കേൾക്കുന്നതും വളരെ നല്ലതാണ്. അവരുടെ എല്ലാം അവർ ചെയ്തതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കത് പ്രാക്ടിക്കലാക്കാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. പിന്നെ മാർക്കറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത്. മാർക്കറ്റ് ഫോളോ ചെയ്യുക മീൻസ് നമ്മുടെ കറണ്ട് മാർക്കറ്റ് എന്തൊക്കെയാണ് നല്ല പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ, എന്തൊക്കെയാണ് ലീസ്റ്റ് പെർഫോമിങ് സ്റ്റോക്കുകൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു മിനിമം അറിവുണ്ടായിരിക്കണം. പൊതുവേ നമ്മൾ ആരും ചെക്ക് ചെയ്യാത്തതാണ് ഈ ബിസിനസ് ചാനലുകൾ. യൂട്യൂബിൽ ഇഷ്ടംപോലെ ബിസിനസ് ചാനലുകളും കാര്യങ്ങളും ഉണ്ട്. ഈ ബിസിനസ് ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാവും. റീസെൻ്റായിട്ട് നടന്നൊരു ഇവൻ്റാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ കാര്യം. നെറ്റ്ഫ്ലിക്സിൽ നല്ല ഷോസ് ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെ അവരുടെ കുറച്ച് സബ്സ്ക്രിപ്ഷൻ പ്ലാനിൻ്റെയും കുറേ ചേഞ്ചസ് കാരണം കുറച്ച് ഡൗൺ ആണ് നെറ്റ്ഫ്ലിക്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ കമ്പനിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഫോളോ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എവിടെയൊക്കെ ഇടണം വേണ്ട എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നെ, അതായത് എങ്ങനെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം എന്നുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷനാണ് ഞാൻ തന്നത്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഞാനൊരു ബിഗിനർ സൈഡിൽ നിന്ന് മാത്രം പറഞ്ഞതാണ്. നിങ്ങളുടെ റിസ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് എനിക്കറിയാം, എൻ്റെ വീഡിയോസ് കാണുന്ന ഇഷ്ടം പോലെ ആളുകൾ നല്ല പ്രൊഫഷണലായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർ കമൻറ്റ് സെക്ഷനിൽ ആരെങ്കിലും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി ഹെൽപ്പ് ചെയ്യാം. പിന്നെ മറക്കാതെ തന്നെ നമ്മുടെ IND മണി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് 750 രൂപ വർത്തായിട്ടുള്ള ആപ്പിൾ സ്റ്റോക്സ് കിട്ടും. നിങ്ങൾ അതിനകത്തേക്ക് ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 4 മില്യൺ ഇന്ത്യൻസ് ഈ IND മണി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കംപ്ലീറ്റ് എക്സ്പെൻസിനെ ഇതിനകത്ത് ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്റ്റോക്കിൻ്റെയും പെർഫോമൻസ് അലേർട്ടുകളും നമ്മുടെ IND മണി നിങ്ങൾക്ക് കൊണ്ടുതരും. അപ്പോൾ ഉറപ്പായിട്ടും ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി, ഈ പറഞ്ഞത് മൊത്തം ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. അതായത് കുറച്ച് സീരിയസ് ടോപ്പിക് ആയതുകൊണ്ടാണ് ചുമ്മാ ചളിയൊന്നും അടിക്കാത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.